Hi everyone, this is Yabinse from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. പുതിയ ഇവൻറ്റുകൾ വരുന്നുണ്ട്, പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. എല്ലാ കാര്യവും നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഹിറ്റ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാരില്ലേ, അവർക്കെല്ലാം നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ റീൽസും ടിപ്സും ട്രിക്സും സ്റ്റോറീസും നിങ്ങൾക്ക് അവിടെയും അറിയാൻ പറ്റും. ഫോളോ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഫോളോ ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് യബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.4 ഒരു ബെറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മോനെ കിടിലം അപ്ഡേഷനാണ് ഈ വന്നിരിക്കുന്നത്. കുറേയധികം ചേഞ്ചസും ഫണ്ടമെന്റലായ മാറ്റങ്ങളും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ലിക്വിഡ് ക്ലാസ് എഫക്റ്റ് കുറച്ചുകൂടെ പ്രൊമനൻ്റ് ആയിട്ട് ആപ്പിൾ ഫോൺ ആപ്പിൽ കൊണ്ടുവന്നുണ്ട്. ആപ്പിൾ മ്യൂസിക് ഫാർ ബെറ്റർ ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക് എല്ലാത്തിനെയും പിന്തള്ളിക്കൊണ്ട് ആപ്പിളിൻ്റെ UX ടീം വെറും ഇൻ്റർഫേസ് മാത്രം കണ്ടാൽ പോലും നമുക്കൊരു പ്രേമം തോന്നുന്ന ഒരു എഫക്റ്റിലേക്കാണ് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, കാരണം നിങ്ങളും ഇനി ഈ ഒരു ആപ്ലിക്കേഷൻസും OSും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാം. സോ അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വരുന്ന എല്ലാ ചേഞ്ചസും നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പറഞ്ഞെന്നുള്ളൂ, അതായത് ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞെന്നുള്ളൂ. എന്തായാലും കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ആപ്പിളിൻ്റെ ഒരു ആദ്യത്തെ ഇവൻറ്റ് 2026 ഏറ്റവും ആദ്യത്തെ ഇവൻറ്റ് ഒഫീഷ്യലി ആപ്പിൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 4 ഈ ഒരു ഇവൻറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ആപ്പിൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആപ്പിളിൻ്റെ മാർക്കറ്റിംഗ് ടീം എന്ന് പറഞ്ഞാലേ വേറെ ലീഗ്. കാരണം പൊതുവെ ഇപ്പോൾ ഒരു ഇവൻ്റ് നടക്കുകയാണെങ്കിൽ, ആപ്പിൾ ഇവൻ്റ് നടക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും. ഒന്നെങ്കിൽ സ്റ്റീവ് ജോബ് തിയേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പിൾ പാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പിൾ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. പക്ഷെ ഈ ഒരു ഇവൻറ്റ് 3 ടൈം സോണിൽ 3 സ്ഥലത്താണ് ആപ്പിൾ ഹോസ്റ്റ് ചെയ്യുന്നത്. 1 ഷാങ്കായിൽ, 2 ലണ്ടനിൽ, 3 ന്യൂയോർക്കിൽ. ഈ പറഞ്ഞ 3 സ്ഥലത്തും ആപ്പിൾ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്നുള്ള പേരിലാണ് ആപ്പിൾ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇവൻറ്റിൽ ഒരു സെലക്റ്റഡ് ആയ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ആപ്പിൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആപ്പിൾ കുറേയധികം പ്രൊഡക്റ്റുകൾ ഈ ഒരു ഇവൻറ്റിൽ റിലീസ് ചെയ്യുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം. ഒന്നാമത്തെ iPhone 17e എന്ന് പറയുന്നത് ഈ ഒരു കൊല്ലം വരാൻ പോകുന്ന ഏറ്റവും ബഡ്ജറ്റ് കില്ലറായിട്ട് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഫോണാണ്. അതും സ്മാർട്ട് ഫോൺ സെക്ടറിൽ iPhone 17e എന്ന് പറയുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. അതായത് ഐഫോൺ വാങ്ങിച്ചാലും റീസെൽ വാല്യൂ കിട്ടുന്ന ഒരു ഡിവൈസ് ഐഫോൺ മാത്രമാണ്. അത് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെയില്ലാന്ന് പറഞ്ഞാലും ഐഫോൺ റീസെൽ വാല്യൂ കിട്ടും. കാരണം ഈ വട്ടം വരാവുന്ന 17e എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്പെക് ബമ്പിലാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്. ഡൈനാമിക് ഐലൻഡ് വരുന്നത് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ കൊല്ലം 16e ഉണ്ടാവാറുന്ന മാക്സീവ് സപ്പോർട്ടും ഈ ഒരു വട്ടം 17e വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും ആൻഡ് നമുക്ക് iPhone 17 സീരീസിൽ കിട്ടിയ ആ 18 മെഗാ പിക്സലിൻ്റെ സ്ക്വയർ ഷേപ്പ് സെൻസറില്ലേ, അത് ഈ പറഞ്ഞ 17e കൂടെ ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്താണ് കിട്ടിയ റിപ്പോർട്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കില്ല. പക്ഷേ പോട്ടെ 60 ഹെർട്സും ബാക്കി കാലമാണെങ്കിൽ പോലും ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് 17e എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് ഫോണായിരിക്കും. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ആകുമ്പോൾ അതിനെപ്പറ്റി റിവ്യൂ ചെയ്യാം. നമുക്ക് നോക്കാം അതിൻ്റെ മാറ്റങ്ങളും ഈ പറയുന്ന 16e വെച്ച് നോക്കുമ്പോൾ 17e എന്തൊക്കെയാണ് വന്നിരിക്കുന്ന ഡിഫറൻസിയേഷൻ എന്നുള്ളത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് മാക് സീരീസ് എന്ന് പറയുന്നത്. മാക്കിലെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ ലോ കോസ്റ്റിൽ വരുന്ന A18 Pro ചിപ്പ് വെച്ച് വരുന്ന ഒരു മാക്ബുക്ക് സീരീസ് ആപ്പിൾ റിലീസ് ചെയ്യും. മേ ബി ദേ കോൾഡ് മാക്ബുക്ക് ലൈറ്റ്. എന്തുകൊണ്ടെന്നാൽ ആപ്പിൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയും ന്യൂലി സ്റ്റാർട്ടഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെയും വേണ്ടിയാണ്, സ്റ്റാർട്ടപ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. സോ ഇവർക്ക് വേണ്ടിയുള്ള ഡെയിലി എല്ലാ പർപ്പസും ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മാക്ബുക്ക് അവർ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ മാക്ബുക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തൊരു മാക് സീരീസ് എന്ന് പറയുന്നത്
M5 പ്രോയും M5 മാക്സിൻ്റെയും പുതിയ ചിപ്സെറ്റ് വെച്ചുള്ള മാക്ബുക്ക് പ്രോയും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേട്ട ഒരു റിപ്പോർട്ടുണ്ട്. പിന്നീട് മാക് സ്റ്റുഡിയോ ഡിസ്പ്ലേ നമുക്ക് വരുന്നേക്കുന്നുണ്ട്. അടുത്ത കുറച്ച് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് പ്രോഡക്റ്റ്സ് ആണ്. ഒന്ന് ഹോം പാഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പുതിയ ഹോം പാഡ്, ഹോം OS ഒക്കെ വെച്ച് പുതിയൊരു ഹോം പാഡ് വരും. അതോടൊപ്പം തന്നെ ഒരു ഹോം സെക്യൂരിറ്റി ഡിവൈസുകൾ വരും. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് പുതിയ ഐപാഡ് സീരീസും വരും എന്ന് കേൾക്കുന്നുണ്ട്. സോ ഇത്രമാത്രം പ്രൊഡക്റ്റുകൾ വരും എന്നൊരു സ്പെക്കുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം വരും ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല, വായിൽ ഉപ്പിട്ടിട്ട് കേട്ടാൽ മതി. പക്ഷേ ഈ പ്രൊഡക്റ്റുകളെല്ലാം 2026 ഈ ഒരു കൊല്ലം റിലീസാവുന്ന ഒരു കരക്കമ്പി കിട്ടും. മേ ബി ഈ ഒരു ഇവൻറ്റിലായിരിക്കും ആപ്പിൾ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും പ്രസ് റിലീസായിട്ട് വരും എന്നാണ് കേൾക്കുന്നത്. പ്രസ് റിലീസ് എന്നാൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും, അല്ലാതെ ഒരു കംപ്ലീറ്റ് ഇവൻറ്റ് സെപ്റ്റംബറിലേക്ക് പോലെ ഒരു കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഇവൻ്റ് ആയിട്ടുണ്ടാവില്ല, പ്രസ് റിലീസ് ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നല്ല, മാർഗർമൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഐഫോൺ യൂസർ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് മാത്രം ലഭിക്കുന്ന ഒരു പുതിയ ഓപ്ഷൻ ഇപ്പോൾ ആപ്പിളിൽ കൊണ്ടുവന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിലൊക്കെ ലഭിക്കുന്ന സ്നാപ്സീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെയിം ആപ്ലിക്കേഷൻ ഇപ്പോൾ ഐഫോണിലേക്ക് വരുമ്പോൾ ക്യാമറ ഫീച്ചറുമായിട്ടും എനേബിൾ ചെയ്യുന്നുണ്ട്. അതായത് സ്നാപ്സീഡ് ഇപ്പോൾ ഒരു ക്യാമറ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് റെട്രോ എഫക്റ്റ് ആയിട്ടുള്ള റെട്രോ ഫിലിം ഓപ്ഷൻസ് കിട്ടുന്ന കളർ ഗ്രേഡിങ് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. അതായത് ഈ പറയുന്ന ഫ്യൂജി ഫിലിംസ്, അതോടൊപ്പം കൊട്ടാക്ക്, ഈ പറഞ്ഞ പഴയ റെട്രോ ഫിലിം ക്യാമറാസിൻ്റെ ആ സെയിം ഫിൽറ്റേഴ്സ് ഇതിൽ ഇൻബിൽഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ എഡിറ്റ് ചെയ്ത കുറേ പിക്ചേഴ്സ് സ്നാപ്സീഡിൽ ഉണ്ടാവില്ലേ, ഈ പിക്ചേഴ്സിൻ്റെ തന്നെ സെയിം ആ ഒരു ഫിൽറ്റേഴ്സും ഓപ്ഷൻസും നമുക്ക് പ്രീസെറ്റ് ആയിട്ട് ക്യാമറയിൽ ഇൻബിൽഡ് ക്യാമറയിൽ യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല പോർട്രേറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ലാൻഡ്സ്കേപ്സ് ഒക്കെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്നാപ്സീഡിൻ്റെ ആപ്ലിക്കേഷൻ ഫാന്റാസ്റ്റിക് ആയ റിസൾട്ട്സ് ആണ് ഇൻബിൽഡ് ആയിട്ട് നിങ്ങൾ തരാൻ പോകുന്നത്. അത് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് ചെയ്യുന്ന ഓരോ ഫിൽറ്റേഴ്സും ഇതിൽ ക്യാമറ മോഡിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഇപ്പോൾ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് എന്ന ആ സെയിം UI/UXലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെസ്റ്റ് ഫ്ലൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വാട്സാപ്പ് ബിസിനസ്സിലായിരിക്കും ആദ്യം ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആപ്പിളിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മെറ്റയുടെ ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന താഴത്തുള്ള നമ്മുടെ യൂസർ ബാറിലെ ഈ ഒരു യൂസർ ബാറിൽ കുറേയധികം ചേഞ്ചസും ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റും കറക്റ്റായിട്ട് കൊണ്ടുവരുമെന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും പുതിയതും അതോടൊപ്പം എക്സൈറ്റിംഗ് ആയ കാര്യമല്ലേ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ തൊട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് എല്ലാ കാര്യങ്ങളും ആപ്പിളിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ്, ഐഫോണിൻ്റെ ട്രിക്സ്, മാക്ബുക്കിൻ്റെ കാര്യങ്ങൾ, ഐപാഡ്, ഹോം പോഡ്, എല്ലാ കാര്യങ്ങളും, വാച്ചിൻ്റെ കാര്യം പറഞ്ഞു എന്നാലും വാച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് ലഭിക്കും. സോ എല്ലാ ആപ്പിളിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം അറിയാലോ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറേ കാര്യം അറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Ebin Sevia signing from Evika.